അവസാനം ഈ ഭൗതികമായ ലോകത്ത് നിന്ന് വിട പറയുന്ന ഒരു സമയമുണ്ട്, ഒരു നേരമുണ്ട്. എല്ലാ സുഖങ്ങളും എല്ലാ സുഖാഡംബരങ്ങളും എല്ലാ വീടും എല്ലാ കുടുംബവും എല്ലാ കിടക്കയും എല്ലാ മെത്തയും എല്ലാ ശീതീകരിച്ച റൂമും എല്ലാ വാഹനങ്ങളും എല്ലാ സൗകര്യങ്ങളും സ്വന്തം മക്കളെയും സ്വന്തക്കാരെയും എല്ലാത്തിനെയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള അനന്തമായ വിഹായസിലേക്കുള്ള ഒരു യാത്രയുണ്ട്. അർത്ഥമില്ലാത്ത ലോകമാണ്. 100 വർഷത്തെ ജീവിതമല്ല, 1000 വർഷത്തെ ജീവിതമല്ല, കോടി വർഷത്തെ ജീവിതമല്ല, കോടാനുകോടി വർഷങ്ങളുടെ ജീവിതമല്ല. അർത്ഥമില്ലാത്ത ഒരു ലോകമാണ്. അവിടെയാണ് നമുക്ക് അടിച്ചു പൊളിക്കേണ്ടത്, അവിടെയാണ് നമുക്ക് ആനന്ദിക്കേണ്ടത്, അവിടെയാണ് നമുക്ക് സുഖിക്കേണ്ടത്, അവിടെയാണ് നമുക്ക് ആനന്ദത്തിൽ പറുദീസയിൽ വിരാജിക്കേണ്ടത്. അങ്ങനെയുള്ള വല്ലാത്ത ഒരു ആനന്ദത്തിന്റെ ലോകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാനുണ്ട്. ആദ്യത്തെ വീട് ആകുന്ന ഖബർ തന്നെ സ്വർഗമാകണമല്ലോ. ആ ഖബർ തന്നെ സ്വർഗമാകണോ? ആരുമില്ലാത്ത ഖബറിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി വെച്ചിട്ട് ആ ഖബറിൽ മലക്കുകൾ വരികയാണ്. മൻ റബ്ബുക വമൻ നബിയുക, നിന്റെ റബ്ബാരാണ്, നിന്റെ നബി ആരാണ്? ചോദ്യത്തിന് മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊന്നും അവിടെ വിഷയമല്ല. മറുപടി പറഞ്ഞാലും മറുപടി പറഞ്ഞില്ലെങ്കിലും അവസാനത്തെ ഒരു ലാസ്റ്റ് ചാൻസ് ഉണ്ട്. ആ ചാൻസ് എന്താണ്? അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ കാണിച്ചുകൊണ്ട് അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. ഹൽ അൻദകൽ ഇൽമു ബിഹാദർ റജുൽ, മോനെ മോളെ ഇത് ആരാണെന്നറിയുമോ? ഈ മുഖം ആരുടെ മുഖമാണ്? ഈ മുഖം പരിചയമുണ്ടോ? ഈ മുഖം ആരുടെ മുഖമാണെന്ന് പറയാൻ കഴിയുമോ? സ്വലാത്ത് ചൊല്ലിയ നാവുകൊണ്ട്, ദിക്ർ ചൊല്ലിയ ചുണ്ടുകൊണ്ട് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാണാൻ അഴകുള്ള ഇമ്പമുള്ള ചന്തമുള്ള ആ പൂമുഖം ഇങ്ങനെ കാണിച്ചു തരുമ്പോ നമുക്ക് ഉറക്കെ വിളിച്ചു പറയണം, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മറുപടി അങ്ങ് പറയേണ്ട താമസം മലക്കുകൾ അടുത്ത മറുപടി പറഞ്ഞു പോയി. നം കനൗമത്തിൽ അറൂസ്, പുതിയാപ്പള കിടന്നുറങ്ങുമ്പോൾ നിന്റെ ഖബറിൽ നീ വിശ്രമിച്ചോ മോനെ എന്ന് ആ ഖബറാളിയോട് മലക്കുകൾ മറുപടി പറയുമെന്ന് കളവ് പറയാത്ത നാവ് കൊണ്ട് അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ട് ഖബറിൽ കിടന്നത് മുതൽ പിന്നെ സ്വർഗീയമായ ജീവിതമാണ്. അവിടെ പാമ്പുകളില്ല, അവിടെ തേളുകളില്ല, അവിടെ പ്രയാസങ്ങളില്ല, അവിടെ ബുദ്ധിമുട്ടുകളില്ല. അതേ സമയത്ത് ഹബീബായ തങ്ങളുടെ മുഖം കാണിച്ചിട്ട് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ തിരിച്ചറിയാൻ കഴിയാത്ത കുറെ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവര് പറയുമത്രേ, ലാദിരി ലാദിരി, എനിക്ക് അറിയൂല. ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസിൽ അവരെ കണ്ടില്ല. ദിക്ർ ചൊല്ലാൻ അവർക്ക് സമയം ലഭിച്ചില്ല, സ്വലാത്ത് ചൊല്ലാൻ അവർക്ക് സമയം ലഭിച്ചില്ല, നന്മയാർന്ന മജ്ലിസുകൾ സംഘടിപ്പിക്കാൻ അവർക്ക് നേരം കിട്ടിയില്ല. അവര് സമയമാകുന്ന സമയം മുഴുവനും ഏതെങ്കിലും ഒരു സ്ഥലത്താണ്, ഇരുട്ടിന്റെ മറവിലാണ്.
അതേ അടിച്ചുപൊളിയുടെ ജീവിതമാണ്. തോന്നിയതുപോലെ ജീവിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് വരാൻ അവർക്ക് സമയം കിട്ടിയില്ല, അവർക്ക് നേരം കിട്ടിയില്ല. നല്ല നല്ല മജ്‌ലിസുകൾ നടക്കുമ്പോ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് അവർ ചിന്തിക്കുകയാണ്. അതൊക്കെ എന്റെ സ്റ്റാറ്റസിന് പറ്റിയതല്ല. ആ ദിക്റിന്റെ മജ്‌ലിസിൽ പോയി ഞാൻ ഇങ്ങനെ ചടഞ്ഞിരിക്കേണ്ടവനല്ല. ഞാൻ അത്യാവശ്യം പണക്കാരനാണ്, ഞാൻ അത്യാവശ്യം സമ്പത്തുള്ളവനാണ്. ഞാൻ ജനിച്ചത് ഇന്നാലിന്ന ഹാജിയാരുടെ മകളായിട്ടാണ്. എനിക്ക് വലിയ കൊട്ടാരം പോലത്തെ വീടുണ്ട്, എനിക്ക് വലിയ സൗകര്യങ്ങളുണ്ട്. ഞാനിപ്പോ ആളുകൾക്കിടയിൽ ഇങ്ങനെ പോയി ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസിലിരുന്നാൽ അതൊക്കെ എനിക്കൊരു കുറവല്ലേ, എന്റെ സ്റ്റാറ്റസിന് കുറവല്ലേ എന്ന് ചിന്തിക്കുന്ന എത്രയെത്ര ആളുകൾ അവർക്ക് മുത്തുനബിയുടെ മുഖം കാണിച്ചു കൊടുക്കുമ്പോ അവരില്ലാതിരി എനിക്കറിയൂല എന്ന് പറയുമ്പോ അവരുടെ തലക്ക് മുകളിലേക്ക് മലക്കുകളെ വലിയ ദണ്ഡുകൾ കൊണ്ട് അടിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ വിഭാഗത്തിലും അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അടുത്ത ദിക്റങ്ങ് ചൊല്ലുമ്പോ ഞാൻ ഈ ഭൗതികമായ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് എന്റെ നാവിന്റെ തുമ്പത്ത് ഈ ദിക്ർ വരണേ അല്ലാഹ്. ദിക്ർ ആരെങ്കിലും നിർബന്ധിപ്പിച്ച് ചൊല്ലേണ്ടതല്ല. മരണമാസന്നമായി കിടക്കുന്ന ഒരാളുടെ സമീപത്ത് ചെന്നിട്ട് ദിക്ർ ചൊല്ലിക്കൊടുക്കലേ നിങ്ങൾക്ക് ബാധ്യതയുള്ളൂ. അതേ സമയത്ത് ചൊല്ലടാ, ദിക്ർ ചൊല്ലടാ എന്ന് പറഞ്ഞ് മരണമാസന്നമായ ആളോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി നിർബന്ധിപ്പിക്കൽ ഹറാമാണ്, കുറ്റകരമാണ്. മരണമാസന്നമായി കിടക്കുന്ന ആളെടുത്ത് ചെന്നിട്ട് താടി പിടിച്ച് ചൊല്ലടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലടാ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിർബന്ധിപ്പിക്കുക. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ നിർബന്ധമില്ല, ബലാത്കാരമില്ല. ചൊല്ലിക്കൊടുക്കണം. നമ്മൾ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് അയാൾ ഏറ്റു ചൊല്ലിയാൽ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. ഭൗതികമായ വല്ല സംസാരങ്ങളിലും അയാൾ ഏർപ്പെട്ടാൽ ആ സമയത്ത് പിന്നെയും ചൊല്ലിക്കൊടുക്കണം. എന്നിട്ട് അയാൾ ചൊല്ലിയാൽ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. പിന്നെയും ഭൗതികമായ വല്ല സംസാരങ്ങളിലേക്ക് പിന്നെയും അയാൾ കടന്നാൽ പിന്നെയും ചൊല്ലിക്കൊടുക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലി മരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ല മനസ്സറിഞ്ഞ് ആമീൻ പറഞ്ഞു. ഈ ദിക്ർ ചൊല്ലുമ്പോ ആ നിയ്യത്ത് വെച്ചിട്ട് ആ ദിക്ർ ചൊല്ലിക്കോ ഇൻഷാ അല്ലാഹ്. മഹാനായ അബൂബക്കറിൽ അത്താസ് റളിയല്ലാഹു അൻഹു ഈ ദിക്ർ ഒരാൾ പതിവായി ചൊല്ലിയാൽ അയാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ നാവിന്റെ തുമ്പത്ത് ഈ ദിക്ർ വരും എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ചൊല്ലണം ഒരു 33 പ്രാവശ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി